ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഫ്രം ബാങ്കോക്ക്. നല്ല ചൂടാണ്, പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് ഒന്നും പോകാതിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഉച്ച കഴിയുമ്പോഴേക്കും ഭയങ്കര ടയർഡാവും. സോ ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്ന് അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ പ്ലാൻ അതായിരുന്നു. കാണുന്ന ബിൽഡിംഗ് ആണ് MCR മോൾ. ഐക്യൊക്കെ കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ കാണുന്ന ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ ഓൺലി ബീച്ച് ക്ലബ് ഇൻസൈഡ് എ മോളാണ്. സോ ആക്ച്വലി ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ വേറെ ദിവസം കാണിച്ചു തരാം. പക്ഷേ അവിടെ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ യു ഹാവ് എ പൂൾ, യു ഹാവ് ആർട്ടിഫിഷ്യൽ ബീച്ച് പോലത്തെ ഒരു സെറ്റപ്പ് ആൻഡ് ഇറ്റ്സ് എ ക്ലബ് ഓൾസോ. അടിപൊളി സ്ഥലമാണ്. നമുക്ക് രാവിലെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ. രാവിലെ എനിക്ക് പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് പൈസയില്ല, പക്ഷേ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ് ആൻഡ് ഇതൊരു അടിപൊളി പാർക്കുമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നൊക്കെ കാണാമേ. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് വേദുവിന് ആനിമേ ഫിഗർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഒരു സബ്സ്ക്രൈബറും സുഹൃത്തുമായ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് നമുക്ക് ലിങ്ക് അയച്ചു തന്നു. അതിനു വേണ്ടി മെട്രോയിൽ ഞാനും വേദവും പിടിച്ചു പോവാ. ആലോചിച്ച് നോക്ക്, ആക്ഷൻ ഫിഗേഴ്സ് വാങ്ങാൻ ഒരു നല്ല ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വൺ പീസിന്റെ 2 പേര് വാങ്ങി. വൺ പീസ് പറയുന്ന ഒരു ആനിമയാണ്, ജാപ്പനീസിന്റെ ഷോ ആണ്. അതിന്റെ 2 പേരെ നമുക്ക് കിട്ടി. ഇനി അവരുടെ ഒരു ഫുൾ ഗ്യാങ് ഉണ്ട്. അത് തപ്പിയുള്ള യാത്രയാണ്. ആലോചിച്ച് നോക്ക്, വല്ല ഫുഡ് സ്പായോ വല്ല ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോകണ്ട. ഞാൻ ഇപ്പൊ ഇതാണ് അവസ്ഥ. പൈസ കളയാനാ പോകുന്നത്. സമയവും പോയി, പൈസയും പോയി, ഏത് ഹാപ്പിയായി അല്ലേ? ഇതെന്തായാലും സൗകര്യമാണ്. കാരണം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തൊട്ടടുത്താണ് മെട്രോ. ആ മെട്രോ കയറി 3 സ്റ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങി 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുത്രൻ്റെ സ്ഥലം എത്തി. കുട്ട വെയിലാണ്, ഭയങ്കര ചൂട്. ആൻഡ് നമുക്ക് ഒരു 200 മീറ്റർ നടക്കാൻ തന്നെ എന്തൊരു പാടാന്നറിയോ? സോ ഈ വഴിയിൽ എവിടെയാണ് ആ ഷോപ്പ് വരുന്നത്. നല്ല വെയിലത്തൂടെ തന്നെ നടക്കണം. ഒരു ഷെയ്ഡും ഇല്ല, തണലും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ആൾക്ക് കാലുവേദന, മുട്ടുവേദന, സ്കൂട്ടർ പെട്ടി ഒന്നും വേണ്ട. ഒട്ടും അസ്യൂം ചെയ്യില്ല കേട്ടോ. ഇത് ഇവിടുത്തെ ലോക്കൽ ഗൈഡ് ഇല്ലാതെ നമുക്കിത് മനസ്സിലാവില്ല. ഇത് നോക്ക്, ഒരു ഹോംലി നെയ്ബർഹുഡിൽ നേരെ ജപ്പാൻ, മസാരു ജപ്പാൻ സ്റ്റോർ. സോ ആനിമേ ഫാൻസിന് വരാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അയ്യോ, എന്ത് ചെയ്യും? പോവാം, കേറ്. ഓ, നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക കേട്ടോ. ഇവിടെ കുറേ കാര്യങ്ങൾ കാണും. ആ ലൂഫിയുടെ ഗ്യാങ്ങിനെ മാത്രം എടുക്കുമോ? യു ഹാവ് ലൈക്ക് യു ആർ ലിറ്ററലി ട്രാൻസ്പോർട്ട് വയ്ക്കുന്ന മറ്റേ അക്കിബാറ ഏരിയയിലേക്കൊക്കെ. ജപ്പാൻ്റെ ഫുൾ ഒരു ആനിമേ വേൾഡിലേക്കാണ്. കമ്പാരിറ്റീവ്ലി തായ്ലൻഡിലെ ജപ്പാൻ വെച്ച് നോക്കണ്ട, തായ്ലൻഡിൽ വെച്ച് തുടങ്ങി മോർ അഫോർഡബിൾ ആണ്. ഇവിടെ ഒരു ഫ്ലോറേ ഉള്ളൂ. നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മുടെ പയ്യന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഉണ്ടോ? ഓ, ഇത് ഇവിടെ ഒരു 10-50,000 രൂപ മരൊക്കെ ഉണ്ടല്ലോ. ഇത് മറ്റേ ഈവിൾ, മറ്റേ എന്താ ക്ലൗണോ അതുപോലത്തെ സാധനങ്ങൾ. ഇതൊക്കെ വില്ലൻസാ. ആരാ? സഞ്ജിയോ? സാഞ്ചി ഇവിടെ നോക്ക്. ദേ ഇതാരാ? ആരൊക്കെയുണ്ട്? ഇതാരാ? സാഞ്ചി, വിവി, നാമി, എല്ലാരും ആയി. ഉസോപ്പ് ചേട്ടൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയത് ആരൊക്കെയായിരുന്നു? ലൂഫിയും. ഫുൾ ഗ്യാങ് ആയില്ലേ? സമാധാനായ? ഇനി ഒന്നും വാങ്ങാൻ പറയല കേട്ടാ. ഫുൾ ഗ്യാങ്ങിനെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് 4, ഇന്നലെ 2 പേരും. ഓക്കെ, ഭയങ്കര എക്സ്പെൻസീവ് ആ, സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, പോവാം. ഇതിൻ്റെ ആംബിയൻസ് തന്നെ കണ്ട ഓപ്പൺ മോൾ കോൺസെപ്റ്റ് ആണ്. ബട്ട് ഐ പേഴ്സണലി ഫീൽ വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലാസി ഫുഡ് കോർട്ട്സും ഫുഡിൻ്റെ ഓപ്ഷൻസ് ഉള്ള ഒരു മോള് ഇതാണ്. ടെർമിനൽ 21-ലാണ് ഏറ്റവും നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഗോർഡൻ റാംസി, ഷേക്ക് ഷാക്ക്, അങ്ങനത്തെ പല കിട്ടിലൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു മോളാണ്. പിന്നെ ആംബിയൻസും ഭയങ്കര രസമാണ്. ഇവിടുത്തെ വന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിലാണ് ആ ട്രൈബ് എന്ന് പറയുന്ന ബീച്ച് ക്ലബ്ബും ഉള്ളത്. കാണുന്നൊക്കെ ഫുഡ് കോർട്ടാണ്. പ്രിയയും വേദുവൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ തപ്പണം. ഞാൻ മുകളിൽ കൂടെ തന്നെ തപ്പാം. നല്ല കിട്ടലൻ ഫുഡാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉള്ളൊരു ഫുഡ് കോർട്ടാണിത്.
ഇതിലാണെങ്കിൽ ഇതുപോലത്തെ ഫുഡ് കോർട്ട്സ്, മുകളിലത്തെ ഫ്ലോറിലാണ് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സും എല്ലാം വരുന്നത്. ഹോട്ട് പോട്ട്സ്, ബാർബിക്യൂസ്, ബർഗേഴ്സ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും മുകളിലുണ്ട്. കാലം ഡയറ്റ് ചെയ്തിട്ടെ ഇന്നലെ ഉണ്ടല്ല 5 പീസ് ചിക്കൻ ഫ്രൈ. ചെറുതൊന്നുമല്ല, പിന്നെ ചെറുത് ഞാൻ കഴിക്കുന്ന അത്രയും വലിയ പീസ്. എന്നിട്ട് ഡാഡിക്കായിരുന്നു സൈഡിലിരുന്ന് പാവം കഴിക്കാൻ പറ്റാതിരുന്നത്. ഒരാളുടെ വെജായി. വന്നു കഴിഞ്ഞാൽ ഈ നാറ തൈ ക്യൂസി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഗോർമേ മാർക്കറ്റിന് അടുത്ത് തന്നെയായിരിക്കും. ഇവിടുത്തെ എസ്പെഷ്യലി പാഡ് തൈ നിങ്ങൾ ട്രൈ ചെയ്താൽ യു വിൽ ലവ് ഇറ്റ്, അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ഇവരുടെ പാഡ് തൈ അടിപൊളിയാണ്, ക്രാബ് നൂഡിൽസ് അടിപൊളിയാണ്, ഒരുപാട് സംഭവങ്ങൾ എന്ത് ഓർഡർ ചെയ്താലും ടേസ്റ്റിയാണ്. അപ്പോൾ ഇവരുടെ നാഷണൽ ഡിഷാണ് മിൻസ്ഡ് പോർക്ക് അല്ലെങ്കിൽ മിൻസ്ഡ് ബീഫ് വിത്ത് റൈസ് ആൻഡ് ചിക്കൻ, അതും സംഭവമാണ്. സോ ഇത് ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ പാഡ് തൈ ആണ്, ഗ്രിൽ ചിക്കൻ വിത്ത് നൂഡിൽസ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് പൊതുവെ പാഡ് തൈ ഇഷ്ടമല്ല, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗ്രിൽ ചിക്കൻ. ഡാഡിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ റൈസും അങ്ങനെ ഐറ്റംസൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ടോഫു അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഡാഡിക്ക് ഒരു സ്പെഷ്യൽ ലഞ്ചാണ്. ഡാഡിയുടെ റൈസ് പ്ലെയിൻ റൈസ് അല്ല, ഭാഗ്യത്തിന് കിട്ടി വെജ് ബിരിയാണി. അതെ അതെ, ആ സന്തോഷം കണ്ട. കുറേ നാളെ ചോറ് മാത്രം കഴിച്ചു തിരിച്ചതാ. നല്ല മസാലയൊക്കെ ഇട്ടുള്ള നല്ല ബിരിയാണി. ഇത് കണ്ട, ഈ പാഡ് തൈ ആണ് തായ്ലൻഡിലെ ബെസ്റ്റ് പാഡ് തൈയുടെ അവാർഡ് 7 തവണ കിട്ടിയിരിക്കുന്നത്. മിഷലിൻ സ്റ്റാർ ഗൈഡാണ്, മിഷലിൻ സ്റ്റാർ ഗൈഡിലാണ്. അടിപൊളിയാണ് ശരിക്കും. പിന്നെ സീ ഫുഡ് കഴിക്കണ്ട, പക്ഷെ പ്രിയക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്തു. പ്രോൺസ് ഏത്? അത് മുളക് പൊടിയാണ്. ആ അല്ല, അത് കാണും. പക്ഷെ ശരിക്കുള്ള സീ ഫുഡ് ഉണ്ട്, ആ സൈഡിൽ വെച്ചിരിക്കുമല്ലോ. ഇത് സീ ഫുഡ് ഇട്ട് മിക്സ് ചെയ്ത് തരും, അതാണ് പറ്റില്ലാത്തത്. എന്തായാലും സംഭവമല്ലേ പാഡ് തൈ. അപ്പൊ കപ്പലണ്ടിയും കൂടെ ഇട്ടോ മുകളില്. അത് മുളക്, അത് തോന്നണ്ട. ഇത് കപ്പലണ്ടി. പ്രിയ എന്താ കിട്ടിയെന്ന് അറിയോ? ബോബ കിട്ടിയ അവസാനം. ബബിള് കിട്ടിയാടി. എന്താ കൂടുതലാണോ? ഉറപ്പായിരിക്കും കൂടുതലായിരിക്കില്ലേ എല്ലാ ദിവസവും. ആ സ്ട്രോ കണ്ട ല്ലേ. നല്ല ലഞ്ചും നല്ല തായ് ടീയും എല്ലാം സെറ്റാക്കിയില്ലേ? ഇവിടുന്ന് തൊട്ടടുത്തേ ഉള്ളൂ ഹോട്ടല്. ഒരു സംഭവമാണ് കേട്ടോ ഇത്. എസ്പെഷ്യലി നിങ്ങളിത് ശരിക്കും സീ ഫുഡാണ് പറയണ്ടേ. സീ ഫുഡ് അലർജി ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പോർക്കല്ല, ചിക്കൻ തന്നെയാണ്. ഇത് സ്വീറ്റ് സ്പൈസി, പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ. വേണമെങ്കിൽ കൂടുതൽ മുളക് ആഡ് ചെയ്യാം, കുറച്ച് പഞ്ചസാര ഇട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് പീനട്ട്സ് ആഡ് ചെയ്യാം, സ്പ്രൗട്ട്സ് ഇടാം, നാരങ്ങ ടീച്ച കുറച്ചൊരു മറ്റേ അതിൻ്റെ ഒരു പുളിപ്പ് വരും. സോ ഒരു കംപ്ലീറ്റ് ഹോൾസം ഒരു 7-8 ഫ്ലേവർ വരുന്ന ഒരു ഡിഷാണ് പാഡ് തായ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു തായ് ഇൻട്രഡക്ഷൻ ഫുഡ് കിട്ടാൻ പറ്റിയ ഫുഡാണ്. നിങ്ങൾക്കൊരു തായ് ഇൻട്രഡക്ഷന് പറ്റിയ ഫുഡാണ് പാഡ് തായ്. ഒരാൾ ഐസ് മൊത്തം കളഞ്ഞിട്ട് ബോബ മാത്രം ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത്. ഇവിടെ മേരിയാൻ കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട്, വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ബോബ ഐസ് മാറ്റി ബോബ കഴിക്കുന്നതാണ് ഭാര്യയുടെ പരിപാടി. ഇത് മാറ്റി മേരിയാന്റെ ഭാഗ്യം. ഒരു ഹഗ്ഗും കൂടെ കൊടുക്കാം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതെ, അതൊക്കെ ഉണ്ട്. അടിപൊളി സാധനമാ. എന്ത് വേണം, അതൊക്കെ അറിയാം പിന്നെ നാട്ടില്. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി കേട്ടാ രണ്ടുപേർക്കും. അപ്പൊ കാണാം നാട്ടിൽ വെച്ച്. ബൈ. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി. അവര് പോവാ. അടിപൊളി മോളാന്ന് നോക്കി എംസ്ഫിയർ. കുറേ അടിച്ചു പൊളിക്കാനുണ്ട്, നല്ല ഷോപ്സ്, ഭയങ്കര ഒരു ഓപ്പൺ കോൺസെപ്റ്റാണ്.
ഒരു ഷോപ്പും എല്ലാ ഷോപ്പിനും ഇങ്ങനെ ഈ ഡോർ പോലെ ഇല്ല, എല്ലാം ഇതുപോലെ ഓപ്പൺ. സോ നമുക്ക് ഒരു സിംഗിൾ ഫ്ലോറിൽ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തോന്നുവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തന്നെയാണ് ട്രൈബ്, അതിപ്പോൾ പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് നൈറ്റ് മാർക്കറ്റിൽ പോകാനുണ്ട്. നമുക്ക് നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാം. ഇവിടെ ഒരു കറങ്ങിയിട്ട് പോവാം. ഇതാണ് ഇവരുടെ ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഏരിയ വിത്ത് ദർ അമേസിങ് ട്രൈബ്. ഓർമ്മയുണ്ടോ ട്രൈബ്? എന്ത് പിന്നെ ഫേവറേറ്റ് പ്ലേസ്? ഒരു അവിടെ പോയിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരും ട്രൈബിൽ കേട്ടാ. മേ ബി ടുമോറോ സംതിങ്. എന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഈ വ്ളോഗിൻ്റെ കൂടെ തന്നെ കാണിക്കാം. വരാൻ ടൈം കിട്ടിയാൽ ഒരു സംഭവം തന്നെയാണ് ഈ ട്രൈബ്. വേറൊരു കാര്യം അറിയോ, നമ്മുടെ ഫ്ലൈറ്റ് ഒരു ദിവസം മാറ്റിയല്ലോ, അത് നിങ്ങളോടൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്യാൻ പോയി, ലഗേജ് ഒക്കെ ആഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം കൂടെ മാറ്റി. ഒരു ദിവസം കൂടെ ആഡ് ചെയ്ത്. പ്രശ്നമുണ്ടോ? അപ്പൊ മാറ്റട്ടെ എന്നാ, തിരിച്ച് നേരത്തെ കറക്റ്റ് ടൈമിന് പോവാം. ഇവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ല, നേരെ നമുക്ക് ഈ സ്കൈ വാക്ക് വേ ഉണ്ട്. ഇതുവഴി ഷെയ്ഡിൽ നമുക്ക് നമ്മുടെ മെട്രോ സ്റ്റേഷൻസോ വേറെ മോളിലോ നമ്മുടെ ഹോട്ടലിലോ എല്ലാം നമുക്ക് ഈ എംസ്ഫിയറിന് പോവാം. വീണ്ടും പറയാണ്, നമ്മുടെ ഈ മെർക്യൂർ ഹോട്ടൽ, ഞങ്ങൾ താമസിക്കുന്നത് മെർക്യൂർ സുക്കുംബത്ത് 24. നല്ല കിടിലൻ ലൊക്കേഷനുമാണ്, ഹാപ്പനിങ് ഏരിയ ആണ്, ആ സമയത്ത് ഡീസൻറ്റ് ആൻഡ് സേഫ് ഏരിയയും കൂടെയാണ്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ നൈറ്റ് മാർക്കറ്റിലാണെന്ന് ഇറങ്ങണമെങ്കിൽ MRT എന്ന് പറയുന്ന ഇവരുടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിൻസ് ഉണ്ട്. അതിൽ എടുത്ത് തായ്ലൻഡ് കൾച്ചറൽ സെൻറ്ററിൽ ഇറങ്ങിയാൽ നേരെ ഇവിടുന്ന് ഒരു 200 മീറ്റർ നടന്ന് ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ബിഗ് സി, അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ജോർജ് ഫെസ്റ്റ് മാർക്കറ്റ് വരുന്നത്. സോ മെട്രോ വഴി വരുന്നതാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്കിക്ക് പെട്ടു. നല്ല മാർക്കറ്റാണ്. നോക്ക്, ഫുഡിന് ഫുഡ്, ഷോപ്പിങ്ങിന് ഷോപ്പിംഗ്, വൈബിന് വൈബ്, സോ മെനി തിങ്സ് ടു ഡു. ദ ബെസ്റ്റ് നൈറ്റ് മാർക്കറ്റാണ് ഏട്ടാ. നിങ്ങൾ വേറെ ഒന്നും തപ്പിപ്പോണ്ട. ദ ബെസ്റ്റ് നൈറ്റ് മാർക്കറ്റ് ഇൻ ബാങ്കോക്ക് തന്നെയാണ്, മേ ബി ഇൻ ഹോൾ ഓഫ് തായ്ലൻഡ് ആണ്. അപ്പൊ എന്താ പ്രോമിസ് ചെയ്തേ? കിട്ടിയില്ലല്ലോ. ആംഗ്രി ആയോ? സാഡായോ? ആംഗ്രി ആയപ്പോഴും അടുത്ത്. അപ്പൊ വേറൊരു ആക്ഷൻ ഫിഗർ കണ്ടു. ഇതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല, പക്ഷെ ജസ്റ്റ് കാണിച്ചു തരാം. ബാ, അവന് ആംഗ്രി അപ്പോഴടുത്ത് ആംഗ്രിയാ? ആംഗ്രി അല്ല, സോറി കേട്ടോ. അപ്പൊ കൊറേ ട്രൈ ചെയ്തു കേട്ടാ. ആംഗ്രി അല്ലേ? പിന്നെ എന്തായി? കുറച്ച് സാഡായോ? പക്ഷെ അപ്പൊ നോക്കിയിട്ട് കിട്ടിയില്ലടാ. നമ്മൾ കൊറേ ട്രൈ ചെയ്തില്ലേ? ഏതാ? ആ, നമ്മുടെ കയ്യിലുള്ള പഞ്ചല്ലേ. ഇവിടെ അപ്പൊ വേറൊരു സാധനം കണ്ടേ. എന്താന്നറിയോ, വേദുവിന് ചിലപ്പോ ഇഷ്ടപ്പെടില്ല, ചിലപ്പോ ഇഷ്ടപ്പെടും. ഇവിടെ നോക്ക്, ഇവിടെ ഒന്നും കണ്ടില്ല. ഇതാരാ? അതെന്താ? അപ്പൊ പ്രോമിസ് ചെയ്ത് എന്താണ്? ലൂഫിയുടെ എന്ത്? കളക്റ്റബിൾ. ഇതോ വേണ്ടപ്പോ? നോക്കട്ടെ മുഖം. ഓ ഓ, ഇനി ഒന്നും ചോദിക്കരുത് കേട്ടല്ലോ. ആ, 1 ചോദിച്ചു, 2 വാങ്ങി തന്നു. 2 സോറോയും ലൂഫിയും. ആ, പിന്നെ മറ്റേ ക്യാരക്ടർ എന്താ? സൈതാമോ? ആ, ഗോജോ. സക്കൂണിയാ? ആ, ഓക്കെ. ബാ, ഇനി അമ്മയുടെ അടുത്ത് പോവാം. ഡാഡിനെ 1 മണിക്കൂർ കാണാതെ ഇപ്പൊ ബാത്റൂമിൽ പോയതാ, അതിന് കാണാറില്ല. സെക്യൂരിറ്റീനൊക്കെ വിളിച്ച് ഇപ്പൊ പുള്ളി തിരിച്ച് നമ്മളെ കൊണ്ടുപോവാണ്. ഡാഡിനെ എവിടെയോ കണ്ടു എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയാന്ന് നോക്കിയാൽ തായ്ലൻഡിൽ സംഭവിക്കുന്നത്. ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടെ ഇവര്. നമ്മളെ വെറുതെ ഭാഷ ഒന്നും അറിയില്ലെങ്കിലും കൂടെ വന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. സേഫാ തായ്ലൻഡ്. ഡാഡി ഇവിടുന്ന് കയറി അവിടുന്ന് ഇറങ്ങി. ആ ആ, ഡാഡി ഇരുന്ന് ചിരിക്കുന്നത് അവിടെ. മമ്മിയാണ് ആദ്യം നിന്ന്. ആ, രണ്ടുപേരും ഇങ്ങനെ പറയും, എവിടെയെങ്കിലും മിസ് ആവുമ്പോഴറിയാം രണ്ടുപേരുടെ മുഖം. അതെ,
അതിനേക്കാളും ടെൻഷൻ ഞാൻ അനുഭവിച്ചു. വീട്ടിൽ പോയി പ്രിയക്ക് മര്യാദക്ക് ഓടാൻ പറ്റാത്ത ആൾ ഇവിടെ പറന്ന് കിടക്കുന്നു. അതെ, ഈ ഷർട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യും, എന്താ അഭിപ്രായം? നല്ലതാ. എന്റെ നമ്മള് മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങുന്നതിന് മുമ്പ് പ്രിയക്ക് സ്ട്രെസ് മാറ്റാനായിട്ട് ഇപ്പൊ കരിക്ക് ജ്യൂസ് വേണം. വീട്ടില് ഉത്തരം പറയാനുള്ളതാ, ചേച്ചിയുടെ കൊല്ലും. പ്രിയാണ് കേട്ടോ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്. ആ, അപ്പൊ എല്ലാ ഉത്തരവാദിത്വം പ്രിയക്ക്. എല്ലാ സാധനങ്ങളാട്ടെ ഇവിടെ. ഭയങ്കര ക്ലാസ് അടച്ചു തുടങ്ങിയല്ലോ. ഇപ്പോഴും അത് ലാസ്റ്റിംഗ്. അതെ 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 അതെ. അത് പക്ഷെ ഇവിടെ അല്ലല്ലോ, അത് വിയറ്റ്നാമാ. ആ, നല്ല സാധനങ്ങളാണ്ടാ. ഒരു ഒത്തന്റിക് തായ് സാധനങ്ങൾ. സാധാരണ ഈ കമേഴ്ഷ്യൽ ഫേക്ക് സാധനങ്ങളല്ല ഇവിടെ കാണുന്നത്. ഇതിപ്പോ കുടിക്കുമ്പോ നോക്കിക്കോ, ഐസ് കൂടലാന്ന് പറഞ്ഞിട്ട് കുടിക്കാതിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വേണമെന്ന് പറയും, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, എന്നാലും അത് ഓർഡർ ചെയ്യും, എന്നിട്ട് അത് ഫ്ലോപ്പ് ആക്കും. അതെ, അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഓർഡർ ചെയ്ത്. ഞാൻ വെയിറ്റ് ചെയ്യാത്ത. എന്തൊരു ചൂടല്ലേ, ബ്രെയിൻ ഫ്രീസ്. വാ തന്നേക്ക്. നോക്ക് പ്രിയ, എന്ത് രസമല്ല ഡെനിമിന്റെ ഒക്കെ. വെരി നൈസ്, ഹാൻഡ് മെയ്ഡാ. അതെ, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. 250 ഒരു 700 റുപ്പീസ്. ഇത് നൈറ്റ് മാർക്കറ്റ് പറഞ്ഞാലും എല്ലാം ഏകദേശം ഒരു 8-8:30 ആകുമ്പോ അടയ്ക്കാൻ തുടങ്ങും. അഡിഡാസിന്റെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നല്ലൊരു മാർക്കറ്റാ. ഫുഡും ചെറിയ ഷോപ്പിങ്ങും നൈറ്റ് നമുക്കൊരു മോളിലൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. കുറെ നല്ല ക്ലീനാ, അതേ പറഞ്ഞത്. ആൻഡ് മഴയുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചൂടാണ് പാട്. പക്ഷെ ഇതുപോലെ ഐസ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ചൂട് പറയും കേട്ടാ. കുടിച്ചോണ്ട് നടക്കണം, അല്ലാതെ വെറുതെ കൈവിഷി നടന്നാ വല്ലാതായി പോവും. പെട്ടിയൊന്നും വേണ്ട. പോ, നല്ല നല്ല ഡ്രസ്സുകളാ ബുട്ടീക്സിൽ കിട്ടുന്ന പോലെ. ആ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്നതിനെ കാട്ടി റേറ്റ് കൂടുതലാണ് ഇവിടെ. ഇതൊക്കെ ഓൾമോസ്റ്റ് 2000 റുപ്പീസ് അടുത്ത് വരുന്നുണ്ട്. നമ്മള് വിൽക്കുന്ന അധികം കാട്ടി കുറഞ്ഞ. അതേ പറഞ്ഞേ ബാങ്കോക്ക് ഫാഷനില്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിയാൽ പോലും നമ്മൾ അതിനെ കാട്ടി കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. നോക്ക്, ഇതിന്റെയൊക്കെ 590 റുപ്പീസ് അല്ല ബാത്ത് ഒരെണ്ണത്തിന്. ദാറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 1800. വേണോ? നല്ലതാ. അതെ, ബർക്കിൻ സ്റ്റോക്കിന്റെ പോലത്തെ. ഇത് നല്ല രസമില്ലേ പൂവിന്റെ? അല്ല, അത് ബർക്കിൻ സ്റ്റോക്ക് അല്ല, ആ പാറ്റേണിൽ ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. കൊള്ളാം കേട്ടോ സാധനങ്ങളൊക്കെ. ഡ്രസ്സിങ്ങും എല്ലാം കൊള്ളാം. ഇതൊക്കെ ഒരു പാർട്ടി വെയർ പോലെയാ. നമ്മൾ ഇവിടുന്ന് പണ്ട് ബാഗ് വാങ്ങിച്ചത് ഓർമ്മയുണ്ടാ? അതെല്ലാം പോയായിരുന്നു. ഇതും കൊള്ളാം. വിൻഷൈൻസും ഗ്ലാസസും കപ്സും ബ്രേസ്ലെറ്റ്സ്. വന്നാൽ ടൈം സ്പെൻഡ് ചെയ്യാനേ. വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ പൈസ ചെലവാവും. അതുണ്ട്, ഫുഡ് കുറെ സ്ഥലങ്ങളുണ്ട്. വുഡൻ വാച്ചസ്, ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര ട്രെൻഡിങ് സംഭവമാണ്. ഇതുണ്ട്, ആപ്പിൾ വാച്ചിന്റെ വരെ കിട്ടും. ആ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ സ്ട്രാപ്പ് മാറ്റാൻ പറ്റിയത്. വെള്ളം എനിക്ക് അറിയില്ല, അത് ചിലപ്പോ ട്രീറ്റഡ് വല്ലായിരിക്കും. ഇത് കൊറേ പേര് വാങ്ങിക്കൊന്നു പോകുന്ന കണ്ടിട്ടുണ്ട് വുഡൻ വാച്ചസ്. നോക്ക്, ഇല്ല വലിയ വെയിറ്റ് ഇല്ല പറഞ്ഞിട്ട് ഞാൻ ഇത് ഭയങ്കര ഡിസൈനർ ഷർട്ടൊക്കെയാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ലിനന്റെ ആണ്. പിന്നെ പ്രിയപ്പ് ഒരു ഡിസൈനറും കൂടെ ആണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെ, അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഒരു വൈറ്റ് ഷോർട്ട്സും. എന്ത് എന്റെ നെഞ്ചത്ത് കയറിയിരിക്കുക, എന്റെ നെഞ്ചത്ത് കയറിയിരിക്കുക. അത് മറ്റേത് കണ്ടിട്ടില്ലേ, ഗ്യാസ് കുറ്റി എവിടെ വെക്കണം എന്ന് ചോദിക്കുമ്പോ അമ്മ പറയും എന്റെ തലയ്ക്ക് നെഞ്ചത്ത് കയറ്റി വെക്കാൻ. മോൻ കൊണ്ട് നെഞ്ചത്ത് തന്നെ വെക്കും. അതുപോലെ. അപ്പൊ എടുക്കട്ടെ? അതെ, അമ്മ ഇത് എവിടെ വെക്കണം, എന്റെ തലയിൽ കൊണ്ടുവെക്കാൻ അവൻ തലയിലേക്ക് വെക്കും കേട്ടാ. ഷർട്ടും ഇതും. പൂച്ചയുടെ വേണ്ട? പൂച്ചയുടെ ഷർട്ട് ഓക്കെ, അപ്പൊ ഡൺ. എന്നാ ഇറ്റലി പോകുമ്പോ ഇടാം. ഞാനൊരു ഇറ്റലി ട്രിപ്പ് സോളോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടാം. അപ്പൊ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ അയച്ചു തരാം.
കുറേ പൈസ പോയി. വേദുവിന്റെ ആക്ഷൻ ഫിഗറിന് എല്ലാം കൂടെ ഒരു 5000 രൂപയായി. ആ 2 എണ്ണം വാങ്ങിയോ? നാട്ടിൽ നിന്ന് പറയാം ആഗ്രഹം. ഞാൻ ജപ്പാനിൽ പോകുന്ന ടൈമിൽ പറഞ്ഞാൽ കൊണ്ടല്ലോ ഒരു 50 എണ്ണം ഞാൻ കൊണ്ടുപോകുന്നതിന്. അന്ന് അവന് പ്രായമില്ലല്ലോ, അതാ പറ്റിപ്പോയ. അതെ, അതിൻ്റെ കൂടെ ഞാനും ഡ്രസ്സ് എടുത്തു. 3 years ആയി. പ്രിയ ഒന്നും വാങ്ങിയില്ല. അപ്പൊ അതെ, എനിക്കും പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് ഡിന്നർ കഴിക്കാനായിരുന്നത്, പക്ഷെ നടക്കില്ല. ഞാൻ സിറ്റുവേഷൻ കാണിച്ചു തരാം. നമ്മുടെ നടത്ത ഒന്നുമില്ല കേട്ടോ. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് സോ ഹോട്ട്. മാക്സിമം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചൂടത്ര എൻജോയ് ചെയ്യാത്തവർ ഇൻഡോർ തന്നെ നമുക്ക് പിടിക്കാം. രാത്രി ആണെങ്കിൽ കുറച്ചൊന്ന് ഔട്ട്ഡോർ പോയിട്ട് വീണ്ടും ഇൻഡോറിലേക്ക് ഓടുക. ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണേ. ചിക്കൻ സ്കിന്നാണ്. നമ്മൾ KFCയുടെ ഫേവറേറ്റ് പാർട്ട് അവിടെ സ്കിന്നല്ല, അത് തന്നെ പപ്പടം പോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. എക്സ്ട്രീംലി ഫാറ്റി ആണ്, പക്ഷെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിൽ ഇത് ആർക്കെങ്കിലും ബിസിനസ്സായി തുടങ്ങിക്കൂടെ? നല്ല ചിലവായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടെ നിന്നുണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് ഡ്രസ്സ് വാങ്ങാൻ. കഴിഞ്ഞ തവണയും ഡ്രസ്സായിട്ടാണ് വന്നത്. ഡാഡിയുടെ മിസ്സിംഗ് ആയിട്ട് 2 മണിക്കൂർ ടെൻഷനായിരുന്നു ഇവിടെ എല്ലാവർക്കും. ഡാഡി മേടിച്ചില്ലേ? നിങ്ങളെ കണ്ടുപിടിക്കുന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചുമ്മാ കറങ്ങിക്കൊണ്ടിരുന്നു. എന്നാലും കാലൊക്കെ വേനിക്കില്ലേ? കുറെ നേരം പോയിരിക്കും, പിന്നെയും എഴുന്നേറ്റ് നടക്കും, പിന്നെയും പോയിരിക്കും. എല്ലാരും ടെൻഷൻ അടിച്ചു. ഞങ്ങള് ബാത്റൂമിന്റെ അകത്തൊക്കെ കയറി വന്നു. വിളിക്കാതെ നിങ്ങൾ പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ല, പക്ഷെ നമുക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞങ്ങള് ബാത്റൂമിന്റെ അകത്തൊക്കെ കയറി വന്നു. അപ്പൊ അവിടെ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് പേടിയാണല്ലോ, എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്സായോ വീണോ ഒന്നും അറിയില്ലല്ലോ. ഞങ്ങൾ ഇതിനെ നോക്കിയപ്പോൾ ഡാഡി നല്ല പയറ് പോലെ നടന്നു വരുന്നു. ഫേമസ് തായ് റെസ്റ്റോറൻ്റ് ആണ്. പേര് ഞാൻ ലിങ്കിൽ കൊടുക്കാം. സോ നല്ലൊരു തായ് ഫുഡ് വേണമെങ്കിൽ അതേതോ അവിടെ ഓൾറെഡി അവൻ്റെ ടോയ്സ് ആയിട്ട് ഉണ്ണിയായിട്ട് കളിയില്ലേ. അവന് ഈ 1 പീസിൻ്റെ ഫുൾ കളക്ഷൻ വേണം എന്നാണ് പറയുന്നത്. നമ്മളത് വാങ്ങിക്കൊടുത്തിരിക്കും. ആൻഡ് നല്ല റെസ്റ്റോറൻ്റ് ആണ്. സോ ഇനി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ആൻഡ് കൺക്ലൂഷൻ റൂമിൽ പോയിട്ട് എടുക്കാം. നല്ല ഡിസേർട്ട്സ് ഉണ്ടല്ലോ, വെസ്റ്റേൺ ഡിസേർട്ട്സ് ഒക്കെ കണ്ടോ. ബനോഫെ പൈസ്, ചീസ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, തായ് ടീ കേക്ക്, കോക്കനട്ട് കേക്ക്. സോ മെനി നൈസ് ഓപ്ഷൻസ്, സോ മെനി. ഹോം മെയ്ഡ് സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക്, ചീസ് കേക്ക്, ബനോഫെ പൈ ഒക്കെ ഉണ്ട്. Guys, so it was our last video from Bangkok. എന്തായാലും ഡാഡി മമ്മി വന്നതിൽ ഒരുപാട് സന്തോഷമായി. ആൻഡ് ഡാഡി ഒരു ഷർട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ട്. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഓൾസോ. ആൻഡ് എൻ്റെ പേരൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും കാണും. ഇൻസ്പയറിംഗ് അല്ലേ, 80-ആം വയസ്സിൽ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുന്നത്. സോ അതും പിന്നെ കുറേ ഇനി നാട്ടിലത്തെ വ്ളോഗ്സ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.